ജസ്റ്റ് ഇറങ്ങിപ്പോയി മൊബൈലൊന്ന് ചാർജ് ചെയ്തു. അതും ഫുള്ളായതിനു ശേഷം പയ്യും കാര്യം. ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ മാർക്കറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ജോലി സ്ഥലത്ത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം ട്രെൻഡ് ഡൗൺ ആയിരുന്നു. സൂപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു. എന്തായാലും ഇത് ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു. ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. എല്ലാം റൗണ്ടും അടിച്ച് കഴിഞ്ഞു. അതൊക്കെ എപ്പോഴേ കൂടുതൽ വെറുതെ തന്നെ എപ്പോഴും ഒരേ സ്ഥലമൊക്കെ കണ്ട് വലിയ രസമൊന്നുമില്ല. അന്ന് എപ്പോഴും എടുക്കാത്തത്. വൈകുന്നേരം മാത്രം ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോണത്. ഇനി ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. സൺറൈസ് വലിയ രസമൊന്നുമില്ല, ഒന്നുമില്ല അതിൽ. അപ്പോൾ 6 മണിക്ക് ഞാൻ ഇറങ്ങി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയേ. എന്നാലും വലുതായിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെ കിടക്കും. കഴിച്ചിട്ട് പോയി കിടക്കണം. വന്നിരിക്കുകയായിരുന്നു. നേരെ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കണം. ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പോയി കുളിച്ച് ഫ്രഷ് ആവണം. ഏകദേശം 7 മണിയായി ഡ്യൂട്ടി കയറുന്ന സമയം. ഇന്ന് സൺറൈസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നും ശ്രദ്ധിച്ചു പോലുമില്ല. 7 മണിയായതേ ഉള്ളൂ. ഡ്യൂട്ടി കിട്ടാൻ സമയമായതേ ഉള്ളൂ. അത് ഞാൻ പോട്ടുണ്ട്. ടൈം ഈസ് ഓവർ. ഞാൻ അവിടെ തന്നെ ഏകദേശം എത്ര 6:30 വരെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ വന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് കുളിച്ച് ഞാൻ അപ്പോഴത്തേക്കും ആ വരണ സമയത്ത് എടുക്കാൻ മറന്നു വീഡിയോ. ഇപ്പോഴത്തെ കണ്ട നൈറ്റ് ഓഫ് ബ്യൂട്ടി. ഇപ്പം ചെന്നിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ബേസ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെവിടുത്തെ കൺട്രോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. വേറെ കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. അതും പിന്നെ ഒരു ഫോട്ടോ കൂടി ഓരോ മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ട് കഴിയുമ്പോൾ ചോദിക്കും, അതും അയച്ചു കൊടുക്കും. അടുത്തെന്ന് പറഞ്ഞാൽ പോയി ഒന്ന് എല്ലായിടവും ഒന്ന് റൗണ്ട് അടിച്ച് ചെക്ക് ചെയ്യണം. ഈ കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ഞാൻ പോയി നോക്കട്ടെ. ഇതേ സെറ്റാണ്. അടുത്ത് ഫ്ലോറിനേഷൻ്റെ അവിടെ പോകണം. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പോയി എല്ലാത്തിൻ്റെയും ഫോട്ടോ, മീറ്ററുകളെ ഫോട്ടോ ഉണ്ടല്ലോ, അതൊന്നും എടുത്ത് എഴുതണം. ഞാൻ നേരെ പോയി എല്ലാറ്റിൻ്റെയൊക്കെ മീറ്ററിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു തിരിച്ചു വരാം. ഒന്ന് റൂം വരെ ഫോട്ടോ. അത് വെള്ളം കുടിക്കണം, വെള്ളം തായി. ഇതും കൂടി കഴിച്ചിട്ട് ഇനി ഫോട്ടോ എടുത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. ഞാൻ അപ്പോൾ ഇത് കഴിക്കട്ടെ. ഞാൻ വിശക്കണം. അങ്ങനെ ഫുഡ് കഴിച്ച് ഇനി പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പോയി നോക്കട്ടല്ല. പിന്നെ മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാ. ഇനി മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം. ഇതെല്ലാം ഞാൻ ഒന്ന് ഇതിൽ എഴുതട്ടെ. എഴുതേണ്ടതുണ്ടല്ലോ, മനസ്സിലായോ? അതിൽ പോയി എഴുതട്ടെ. ഡെയിലി ഒരേ ഇത് തന്നെയല്ലേ വ്ളോഗ്. രാത്രി പിന്നെ ആരും വരൂല. രാവിലെയും ചിലപ്പോൾ വന്നു. ഇവിടെ ജോലി ചെയ്ത് അങ്ങനെയാണ്. എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. എഴുതിയെടുത്തിട്ടുണ്ട് 5ൻ്റെ ഇന്നത്തെ 6 നാളത്തേക്കുള്ളത്. ഇത് എഴുതി കഴിഞ്ഞ് അടുത്ത് വേറെ പരിപാടി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കി, ഔട്ട് എങ്ങനെയാണോ പോകണമെന്ന് നോക്കി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിലേക്ക് വെള്ളം വരണ്ട ഒരു സൈഡില്ല. അത് വിളിച്ച് പറഞ്ഞ് ബാക്കി കുഴപ്പമില്ല. പിന്നെ അടുത്ത് നമ്മളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 മണിക്കൂറും കഴിഞ്ഞിട്ട് അതിന് ചെറുതായിട്ടൊന്ന് തട്ടലും മുട്ടലും പറയും. ഇനി അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സൈഫ കുറയ്ക്കണം, കൺട്രോൾ ചെയ്ത് വെക്കണം. ജസ്റ്റ് 15 പോയിൻറ്റ് കുറച്ചാൽ ഞാൻ അത് പോയി ചെയ്യണം. കൊള്ളാമല്ലേ?
അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്ത് സെറ്റായി കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് അതും കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിന് ശേഷം പോയി ഫുഡ് വയ്ക്കാൻ പോകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.